വയനാട്ടിലേക്ക് കൂടുതൽ സേനകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. രക്ഷാപ്രവർത്തനത്തിനായി നേവി സംഘവും എത്തുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏഴിമലയിൽ നിന്നുള്ള നാവികസേനാ സംഘം എത്തും എന്നുള്ളൊരു വിവരം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത്. നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് അഭ്യർത്ഥിച്ചത്. ഏഴിമല നാവിക അക്കാദമിയിലെ നേവിയുടെ സംഘം വയനാട്ടിലേക്ക് ഉടൻ തിരിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ തിരിച്ച മന്ത്രിമാരുടെ സംഘം കോഴിക്കോട് എത്തി എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നമുക്ക് കെ രാജൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു എന്നിവരാണ് വിമാനമാർഗം കോഴിക്കോട് എത്തിയിരിക്കുന്നത്. ഇവർ ഉടനെ തന്നെ വയനാട്ടിലേക്ക് തിരിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വിവരം കൂടി അറിയുന്നുണ്ട്. മേപ്പാടി ചൂരൽമല ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ 700ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ 100ലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, മരണസംഖ്യ ഇപ്പോൾ വീണ്ടും കൂടിയിരിക്കുന്നു. 47ലേക്ക് കടന്നിരിക്കുന്നു. 74 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു ഔദ്യോഗിക കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിരവധി പേരെ കാണാതായെന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ 700ഓളം പേർ ഈ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വിവരവും കൂടി ലഭിക്കുന്നുണ്ടല്ലോ, അല്ലേ? ശ്രുതി, നിലവിൽ മരണസംഖ്യ പിന്നെയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 47 എന്ന രീതിയിലേക്ക് മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. ഈ രക്ഷപ്പെടുത്തിയവരും അല്ലാതെ തന്നെ ചികിത്സ തേടിയവരും അടക്കം വിവിധ ആശുപത്രികളിലായി 150ലധികം പേർ നിലവിൽ ചികിത്സയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഔദ്യോഗികമായ വിവരങ്ങൾ അനുസരിച്ച് മേപ്പാടി വിംസ് ആശുപത്രിയിൽ 76 പേരും കൽപ്പറ്റയിലുള്ള ജനറൽ ആശുപത്രിയിൽ 9 പേരും മേപ്പാടിയിലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 22 പേരും എന്നിങ്ങനെയാണ് ചികിത്സ തേടിയിട്ടുള്ളവരുടെ കണക്ക്. എന്നാൽ ഇതിലധികം പേർ അനൗദ്യോഗികമായി അല്ലെങ്കിൽ കണക്കിൽപ്പെടാതെ ഇതിലും അധികം പേർ പരിക്കേറ്റവരായും നിരവധി രീതിയിൽ ഗുരുതരമായും അല്ലാതെയും പരിക്കേറ്റവരായും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും നിരവധിയായുള്ള ഒരിടമാണ് ചൂരൽമല എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലയത്തിലെ തൊഴിലാളികളെ നേരത്തെ കാണാതായി എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ ഹാരിസൺ ചുമതലയിലുള്ള എസ്റ്റേറ്റിൽ 700ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പുതുതായി പുറത്തു വരുന്ന വിവരം. ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ അടക്കമുള്ള സംഘം എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ഏക ഗതാഗത മാർഗമായ പാലം തകർന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വിഘാതമായി നിൽക്കുന്നത്. ഈ 700 പേരിൽ ഗുരുതരമായി പരിക്കേറ്റവർ അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായ ക്രിട്ടിക്കലായ രീതിയിൽ രക്ഷപ്പെടുത്തേണ്ടവരൊന്നുമില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. ഇവർ സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കരുതുന്നത്. എങ്കിൽ പോലും ഇവരെ എത്രയും വേഗം രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലയത്തിനെല്ലാം അല്ലെങ്കിൽ എസ്റ്റേറ്റിനെല്ലാം താഴെ ഇപ്പോഴും മേപ്പാടി ചൂരൽമലയുടെ ടൗൺ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോഴും ചളി വീടിന് ഒപ്പം ഉയരത്തിൽ നിൽക്കുകയാണ്. ഇത് മാറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ രക്ഷിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമുള്ള ഈ ഒരു മണ്ണിൽ നിന്ന് ആളുകളെ രക്ഷിക്കേണ്ടതിന് കൂടുതൽ വിദഗ്ധ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിശീലനം ലഭിച്ചവരുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാവികസേന കൂടി ഈ ഒരു രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവുമെന്നാണ് ഏറ്റവും പുതിയ വിവരം ലഭിച്ചിരിക്കുന്നത്. നിലവിൽ കരസേനയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിഭാഗമായ ഒരു പാരലൽ വിഭാഗമായ ടെറിട്ടോറിയൽ ആർമിയും ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ടെറിട്ടോറിയൽ ആർമിയുടെ പ്രത്യേക മെഡിക്കൽ സംഘവും തിരിച്ചിട്ടുണ്ട്. അവരോടൊപ്പം ഇപ്പോൾ നാവികസേന കൂടി ചേരും എന്നാണ് അറിയുന്നത്. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാവിക അക്കാദമിയുടെ റിവർ ക്രോസിംഗ് സംഘമാണ് ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതുപോലെ ഇത്തരത്തിൽ കുത്തൊഴുക്കുള്ള പുഴകൾക്കും അതുപോലെ തന്നെ നദികൾക്കുമെല്ലാം മുകളിലൂടെ താൽക്കാലികമായ പാലങ്ങൾ അല്ലെങ്കിൽ സിപ്പ് ലൈനുകൾ അത്തരത്തിൽ ആളുകളെ ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് സിപ്പ് ലൈനുകളിലൂടെ മറുകരയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ഏകോപിപ്പിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരാണ് ഈ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നുള്ള റിവർ ക്രോസിംഗ് ടീം എന്ന് പറയുന്നത്. താൽക്കാലികമായി എന്നാൽ ഈടുറപ്പുള്ള പാലങ്ങൾ നിർമ്മിച്ച് ഇത്തരത്തിൽ ഗതാഗതം സുഗമമാക്കാനും രക്ഷാപ്രവർത്തനത്തിന് ആളുകളെ കൊണ്ടുപോകാനും മുതലായ കാര്യങ്ങളെല്ലാം ഈ സംഘം എത്തുന്നതോടുകൂടി ഒന്നുകൂടി ഊർജിതമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ശുഭകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡോഗ് സ്ക്വാഡ് കൂടി ഇപ്പോൾ ഈ പരിശോധനയ്ക്കായി ഇവിടെ എത്തുമെന്നതാണ്.
ഈ ഡോഗ് സ്ക്വാഡ് എത്തുമ്പോൾ പെട്ടിമുടി ദുരന്തം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. മൂന്നാറിലെ പെട്ടിമുടി ദുരന്തത്തിൽ ഇത്തരത്തിൽ ഡോഗ് സ്ക്വാഡിൻ്റെ സേവനത്തിൽ നമ്മൾ കണ്ടതാണ്. 30 അടി താഴ്ചയിൽ നിന്ന് വരെ ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഈ ഡോഗ് സ്ക്വാഡിൻ്റെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ്. ഇത്തരത്തിൽ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന പെട്ടിമുടി ദുരന്തത്തിൽ തന്നെ ഇത്തരത്തിൽ സംബന്ധിച്ച നായ്ക്കളിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടേക്കും എത്താൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം ടെറിട്ടോറിയൽ ആർമി കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സേനയുടെ തന്നെ എന്നാൽ സൈന്യമല്ലാത്ത ഒരു പാരലൽ അല്ലെങ്കിൽ സമാന്തര വിഭാഗമാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അടിയന്തര ഘട്ടങ്ങൾ, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ യുദ്ധം മാത്രമല്ല, പ്രതിരോധം മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇന്ത്യൻ പട്ടാളത്തിന് ഒരു സഹായം നൽകാനായി പ്രത്യേകം രൂപീകരിച്ച സേന അല്ലെങ്കിൽ പ്രത്യേകം രൂപീകരിച്ച ഒരു ഗ്രൂപ്പാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത്. ഇവർ പ്രൊഫഷണലി അല്ലെങ്കിൽ ജോലിപരമായി ഇവർ പട്ടാളക്കാരായിരിക്കില്ല. എന്നാൽ ഒരു ഇന്ത്യൻ സേനയുടെ സമാന്തര സേനയായാണ് ടെറിട്ടോറിയൽ ആർമി അറിയപ്പെടുന്നത്. സൈനിക ക്യാമ്പിന് പുറത്ത് മറ്റു ജോലികളിൽ ഏർപ്പെടുകയും എന്നാൽ അതേസമയം ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അതല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രത്യേക സഹായം ആവശ്യമുള്ള വലിയ മാൻ പവർ ആവശ്യമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പകരം കയറാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ടെറിട്ടോറിയൽ ആർമി. ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ടാകും. ഇവരിൽ എല്ലാവിധ ജോലികൾക്ക് ഇത്തരത്തിൽ താൽക്കാലികമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ താൽക്കാലികമായ പാലങ്ങൾ, കെട്ടിടങ്ങൾ മുതലായവ നിർമ്മിക്കൽ, മെഡിക്കൽ സഹായങ്ങൾ നൽകൽ, വൈദ്യസഹായം നൽകൽ മുതലായവയെല്ലാം ഇവർ പരിശീലിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ബറ്റാലിയനും 122ാം ബറ്റാലിയനും മെഡിക്കൽ സംഘവുമാണ് ഇപ്പോൾ ഇവിടേക്ക് ചൂരൽമലയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം നാവികസേനയിൽ നിന്നുള്ള സംഘവും ഇന്ത്യൻ സൈന്യത്തിൻ്റെ സംഘവും എത്തിച്ചേരും. നിലവിൽ NDRFൻ്റെ ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 50 പേരടങ്ങുന്ന ഒരു സംഘമാണ് ടെറിട്ടോറിയൽ ആർമിയിൽ നിന്ന് പുറപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 10 പേരെ മരിച്ചവരിൽ നിന്ന് 10 പേരെ തിരിച്ചറിഞ്ഞതായ ഒരു വിവരം വരുന്നുണ്ട്. ചൂരൽമലയിൽ നിന്നുള്ള വിജീഷ്, സുമേഷ്, സലാം, 19 വയസ്സുകാരിയായ ശ്രേയ, റംലത്ത്, അഷ്റഫ്, കുഞ്ഞി മൊയ്തീൻ, പ്രേമലീല, റജീന എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ 10 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആരോഗ്യരംഗത്തു നിന്നും വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി കൂടുതൽ വൈദ്യസഹായം, ആവശ്യമായ രീതിയിൽ വൈദ്യസഹായം എത്തിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. മരുന്നുകളും മറ്റു ഉപകരണങ്ങളും അധികമായി എത്തിക്കും. കൂടുതൽ കനിവ് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കും. മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന പ്രത്യേകം റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ എത്തിക്കും.